ഗുഡ് മോർണിംഗ് ആലഫി. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഫോസ്റ്ററിങ് എ ഡെവലപ്ഡ് പേഴ്സണാലിറ്റിയിൽ ഫോക്കസിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ഒരു മാസക്കാലം, എസ്പെഷ്യലി നമ്മൾ 2025 എന്ന വർഷം എങ്ങനെ കൃത്യമായി ഫോക്കസ്ഡ് ആക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ശ്രമകരമായ ആക്ടിവിറ്റികൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ചർച്ച ചെയ്തത്. പക്ഷേ എന്തിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. ഫോക്കസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഫോക്കസ് അങ്ങനെയാണ് ചെയ്യേണ്ടത്, ഫോക്കസ് ഇതിലാണ് ചെയ്യേണ്ടത്. പക്ഷേ എന്തിൽ ഫോക്കസ് ചെയ്യണം? അത് പ്യുവർലി ബേസ്ഡ് ഓൺ ഗോളിനെ ബേസ് ചെയ്താണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോഴും 2025 ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി 3 കടന്നിട്ടോ സ്വന്തമായി ഡ്രീം ഗോളിലേക്കോ അതിന്റെ പ്ലാനിലേക്കോ ആക്ഷനിലേക്കോ എത്താതെ പോയിട്ടുള്ള ഒരുപാട് ഏരിയകൾ നമുക്കുണ്ട് എന്നുള്ളതാണ്. സ്വന്തമായിട്ടുള്ള ഒരു ഡ്രീം ഗോൾ പ്ലാൻ ആക്ഷൻ ഇല്ലാത്ത എത്ര ഏരിയകളുണ്ട്. ഇപ്പോഴും ഞാൻ ചോദിക്കുകയാണ്, സ്വന്തമായിട്ടുള്ള ഹെൽത്ത് ഏരിയയിൽ പേഴ്സണൽ ഹെൽത്ത് ഡെവലപ്മെന്റിലോ പേഴ്സണൽ ഹെൽത്ത് സസ്റ്റൈനബിലിറ്റിയിലോ പേഴ്സണലി നമ്മുടെ ഹെൽത്തിൻ്റെ മെയിൻ്റനൻസിലോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഡ്രീമോ ഗോളോ എന്താണ്? അത് നിങ്ങളൊന്ന് എഴുതി നോക്കൂ. നിങ്ങളുടെ നോട്ട്ബുക്കിലൊന്ന് എഴുതി നോക്കൂ. നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കിയിട്ടുള്ള പേഴ്സണൽ ഹെൽത്തുമായി കണക്ട് ചെയ്തിട്ടുള്ള ഡ്രീമും ഗോളും എന്താണ്? അതിൻ്റെ പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണ്? ആ ആക്ഷൻ കോൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ? ഇതൊരു കൃത്യമായ ചോദ്യമാണ് ആക്ച്വലി. കാരണം ഏറ്റവും കൂടുതൽ അറിയാത്ത, ഏറ്റവും കൂടുതൽ ആൾക്ക് ഉപദേശിക്കാൻ പറ്റാത്ത, കൂടുതൽ ആളുകളും ശ്രദ്ധിക്കാത്ത, ഒരാൾക്കും നമ്മൾ അറിയാൻ പറ്റാത്ത കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ മനസ്സിലെ ചിന്തകളും നമ്മളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികളൊന്നും. അത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് മാത്രമേ അതിൽ കൺട്രോൾ ഉള്ളൂ. കതിജ് പറഞ്ഞ പോലെ ആരോഗ്യത്തിൻ്റെ താക്കോൽ അവനവൻ്റെ കയ്യിലാണെന്ന് പറയാന്നല്ലാതെ അത് കൃത്യമായിട്ട് യൂസ്ഫുൾ ആക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 2025 എൻ്റെ ബോഡി വെയിറ്റ് ഓ 180 സെൻറ്റിമീറ്റർ ഉള്ള ഹൈറ്റുള്ള ഒരാൾക്ക് 80 കിലോഗ്രാം ആണ് ഐഡിയൽ വെയിറ്റ്. അല്ലെങ്കിൽ 100 ഒഴിവാക്കി കഴിഞ്ഞാൽ എത്രയാണോ അതാണ് ഐഡിയൽ വെയിറ്റ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു അതിൽ നിന്ന് ഒരു 2 കിലോ കൂടി കുറച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാ. അപ്പോൾ 78 കിലോ ആവാം. അപ്പോൾ 78 കിലോ പറയുമ്പോൾ തടി, ബോഡിയിലെ വെയിറ്റ്, ഒരു വിസിബിലിറ്റിക്ക് നല്ല തടിയൊന്നും ഉണ്ടാവില്ല, വയറൊന്നും ഉണ്ടാവില്ല, കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് സെയിമിൽ നിന്ന് 2 കിലോ കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല എന്നുള്ള, വീണ്ടും എപ്പോൾ 2 കിലോ കുറഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള. അപ്പോൾ ഈ ഒരു ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, ഇതിൻ്റെ ഡെവലപ്മെൻറ്റുകൾ നടന്നുകൊണ്ടേയിരിക്കും. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം, പേഴ്സണൽ ഹെൽത്തിൽ നമ്മളുടെ ബോഡി വെയിറ്റ് നമ്മളുടെ ഹൈറ്റുമായി ബന്ധപ്പെടുത്തിയാൽ 100 സെൻറ്റിമീറ്റർ കുറച്ചാൽ അതിന് സമാനമായ തൂക്കത്തിലാണോ നമ്മളുള്ളത് എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്കതിന് ഉത്തരങ്ങൾ ഒരുപാടുണ്ട്. സാറ് പറഞ്ഞത് പ്രകാരം എനിക്ക് 165 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്, എനിക്ക് 65 കിലോ വെയിറ്റേ പാടുള്ളൂ, പക്ഷേ ഞാൻ 80 കിലോ വെയിറ്റ് ഉണ്ട്. ഞാൻ ഒരുപാട് തവണ ഡയറ്റ് ചെയ്ത് നോക്കി, ഞാൻ പല ശ്രമങ്ങളും നടത്തിയിട്ട് എനിക്കത് മാറുന്നില്ല. എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ട്, എനിക്ക് വേറെ കുറേ സിംറ്റംസ് ഉണ്ട്, അതുകൊണ്ട് എൻ്റെ ബോഡി വെയിറ്റിൽ മാറ്റം വരില്ല എന്നാണ് എൻ്റെ ഡോക്ടേഴ്സൊക്കെ പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് പല സ്ഥലത്തുനിന്നും കിട്ടിയിട്ടുണ്ടാവും. ഈ കിട്ടിയ 1 2 3 4 ആൻസറോട് കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുന്നല്ലോ, നമ്മൾ അതോടുകൂടി കൺവിൻസ്ഡ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ ഒരു സെഷൻ രാവിലെ ഇരുന്ന് കേട്ടതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മളുടെ ബോഡി ചേഞ്ച് ചെയ്യണമെന്നുള്ള ഇൻറ്റൻസീവ് ഡിസയർ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെഷനിൽ, കഴിഞ്ഞ ജനുവരിയിലെ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻറ്റൻസീവായുള്ള ഒരു ഡിസയർ നമുക്കുണ്ടെങ്കിൽ, ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. നിങ്ങൾക്ക് വില്ലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വഴിയുണ്ട്. ദാറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ വേൾഡ്. അത് ഭൂമിയിലുണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കണം. നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ അതേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞതുപോലെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകരുത്. ഭാര്യയും ഭർത്താവും കൂടി ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഭാര്യയുടെ ബോധം പോയിട്ടാണ് ഭർത്താവ് കൊണ്ടുപോയത്. അങ്ങനെ സ്ട്രെച്ചറിൽ കൊണ്ടുപോയി, എമർജൻസിയിൽ കൊണ്ടുപോയി. ഭർത്താവ് കൂടെയുണ്ട്. ഡോക്ടർ വന്ന് പരിശോധിച്ചു. ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് ഡോക്ടർ എല്ലാ നിലക്കും നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ആള് മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആള് മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭർത്താവിന് വിഷമമുണ്ടായോ, സങ്കടമുണ്ടായോ, ദുഃഖമുണ്ടായോ എന്നുള്ളതിനേക്കാൾ പ്രധാനം, കുറച്ച് കഴിഞ്ഞിട്ട് ഭാര്യ
ആ സ്ട്രെച്ചറിൽ നിന്ന് ബോധം വന്ന് എഴുന്നേൽക്കണം. ആ സമയത്ത് ഭർത്താവുണ്ട് ഭാര്യയോട് പറയുന്നത്, "ഏഹ്, നീ എന്തിനാണ് എഴുന്നേറ്റ്? നീ കിടക്കവിടെ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ നീ മരിച്ചിട്ടുണ്ടെന്ന്." അപ്പോൾ ഭാര്യ പറയുന്നുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല മനുഷ്യൻ, എനിക്ക് ബോധം പോയിട്ടുണ്ടായിരുന്നല്ലോ. നീ പറഞ്ഞ എനിക്ക് വിശ്വാസം പറ്റില്ല, എനിക്ക് ഡോക്ടർ പറഞ്ഞില്ല നീ മരിച്ചു എന്ന് പറയുന്ന ഒരു വാക്ക് തർക്കമുണ്ട് എമർജൻസി വാർഡിൽ നടക്കുന്നത്. അത്ര MBBS MD ഒക്കെ എടുത്തിട്ടുള്ള ഡോക്ടർ പറഞ്ഞാണ് ശരി, ഇതൊന്നും പഠിക്കാത്ത നീ പറഞ്ഞാണ് ശരി എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം തമാശയായിട്ട് പറയാറുണ്ട് നമ്മൾ. എന്ന രൂപത്തിലാണ് ചിലപ്പോഴും പലപ്പോഴും കാര്യങ്ങൾ പോവുക. അങ്ങനെ ആരെങ്കിലും ഒക്കെ പഠിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നെങ്കിൽ അത് മാത്രമാണ് ശരിയെന്ന് അണ്ണാക്കിൽ തൊടാതെ വിഴുങ്ങുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഡോക്ടർ റേഡി സ്ട്രാൻഡ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വളരെ ലോകത്തെ ഏറ്റവും തിരക്കേറിയ അലോപ്പതിക് ഡോക്ടറാണ്. അത് അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം എഴുതിയൊരു ബുക്കാണ് ഡെത്ത് ബൈ പ്രിസ്ക്രിപ്ഷൻ, പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് ഉള്ള കൊലപാതകങ്ങൾ. അപ്പോൾ ന്യൂയോർക്കിലെ ഏറ്റവും തിരക്കേറിയ ഡോക്ടറാണ്. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം, നമുക്ക് ബില്ലുണ്ടെങ്കിൽ വഴിയുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടെ ഫാമിലി ഡോക്ടറോ, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളുടെ ഒരു പ്രിയപ്പെട്ട ഡോക്ടറോ ഒരു ഉസ്താദോ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എന്നെപ്പോലെ ഒരാളോ പറഞ്ഞാൽ, ഒരു ക്ലാസ് എടുക്കുന്ന ഒരാളൊക്കെ പറഞ്ഞാൽ അത് കേട്ട് വിശ്വസിച്ചേ പറ്റൂ എന്നൊന്നും വിശ്വസിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വില്ലുണ്ടെങ്കിൽ ആ വില്ലിനൊരു വഴി പുറത്തേക്ക് വരും. തളർന്ന് കിടന്ന പെങ്കൊച്ച് ഒളിമ്പിക്സിൽ തിരിച്ചു വന്ന് ഞാൻ മത്സരിച്ച് ഗോൾഡ് മെഡൽ വാങ്ങുമെന്ന് പറഞ്ഞാൽ 4 ഗോൾഡ് മെഡൽ വാങ്ങി എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഇനി നടക്കാൻ കഴിയില്ല, ഇനി എൻ്റെ ക്ലാസ്സിലേക്ക് വരേണ്ടതില്ല എന്ന് ഓട്ടത്തിൻ്റെയും നടത്തത്തിൻ്റെയും സ്പ്രിൻറ്റിങ്ങിൻ്റെ കോച്ച് പറയുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുള്ളത് ഐ ഹാവ് ദ വിൽ, ഐ വിൽ ഡു ഇറ്റ്. സോ ഡു വി ഹാവ് ദ പ്രോപ്പർ വിൽ? അവിടെയാണ് പ്രധാനം. അവിടെയാണ് നമ്മളിലെ നമ്മൾ ജനിക്കേണ്ടത്. നമ്മൾ ജനിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പലതും കേട്ട് അങ്ങനെ കോർണറൈസ് ചെയ്തു. അപ്പം എൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡു വി ഹാവ് ദ പ്രോപ്പർ വിൽ ഓർ പ്രോപ്പർ പ്ലാൻ ദിസ് ഇയർ? 2025 എൻ്റെ ബോഡിയിൽ ഞാൻ ഇന്ന മാറ്റങ്ങൾ വരുത്തും, എന്നെ ചേഞ്ചസ് ഇന്ന കിലോഗ്രാമിൽ വരുത്തും എന്നുണ്ടെങ്കിൽ അതിലേക്കുള്ള പ്ലാനും പദ്ധതികളും തയ്യാറാക്കണം. എനിക്ക് തൈറോയ്ഡ് ഉണ്ട്, അത് പൂർണ്ണമായി മാറില്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പൂർണ്ണമായി മാറാത്ത രോഗങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഇത് ഇതിന് ഒരുപാട് തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കിയൊക്കെ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതിന് എക്സാമ്പിളിനെ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ ചിരിക്കാനോ തമാശയാക്കാനോ ഒന്നും അല്ല, ബട്ട് ഇതിനകത്തൊരു സീരിയസ്നെസ് ഉണ്ട്. എന്താണ് പ്രശ്നം? ഈ ബോഡി വെയ്റ്റിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, പലപ്പോഴും ജനുവരി 1-ാം തീയതി ഇവിടെ ജിമ്മിലൊക്കെ പോയ സമയത്ത് ജിമ്മിലെ ഓണേഴ്സ്, ജിമ്മിലുള്ള ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫൊക്കെ പറയുമ്പോൾ ജനുവരി 1 എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും ചാകരയായിട്ടുള്ള ദിവസമാണ്. അന്ന് എല്ലാ ജനങ്ങളും വളരെ വലിയ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ട് വരുന്ന ദിവസം, ഒരുപാട് ക്യാഷ് ഇട്ട് കൊടുക്കുക. ഈ ക്യാഷ് 100 പേര് രജിസ്റ്റർ 1000 പേര് രജിസ്റ്റർ ചെയ്താൽ അതിൻ്റെ 10% ആൾക്കാർ പോലും 2-3 ആഴ്ച കൊണ്ട് വരവ് നിർത്തും. 10% ആൾക്കാർ മാത്രമേ ബാക്കിയുണ്ടാവും. അതിൽ തന്നെ പിന്നെ ഒരു 10% പിന്നെ ബാക്കിയുണ്ടാവും. അപ്പോൾ ഈ റെസൊല്യൂഷൻസ് ഒക്കെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ, ഈ പ്ലാനും അതിനകത്ത് ആക്ഷനൊന്നും കൃത്യമാവാൻ പറ്റാതില്ലാണ്ടായി പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളുടേതായ വയബിളായ പോസിബിളായ സൗകര്യമുള്ള സ്വസ്ഥമായ സാധ്യമാവുന്ന ഒരു പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഗുണം ചെയ്യും. ആഴ്ചയിലൊരു ഒരു 2-3 ദിവസമൊക്കെ എക്സസൈസ് ചെയ്യാൻ ജിമ്മിൽ പോകണമെങ്കിൽ അങ്ങനെ പോകാം. ജിമ്മിൽ പോകുന്ന ആൾക്കാണ് ഞാൻ 7 ദിവസം പോകാൻ പറയാറില്ല. കാരണം ഒരാളുടെ റെസ്പോൺസിബിലിറ്റി കൂടി വരുന്നതിനനുസരിച്ച് അയാൾക്ക് 4 ദിവസമൊക്കെ മാക്സിമം പോകാൻ പറ്റാം. അയാൾക്ക് സമയവും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്, അതിന് പറ്റുമെന്നുണ്ടെങ്കിൽ അയാൾക്ക് 6 ദിവസം പോവാം, 7 ദിവസം പോകാൻ സൗകര്യം ഉണ്ടെങ്കിൽ പോവാം. പക്ഷെ 4 ദിവസമെങ്കിലും പോകാൻ ശ്രമിച്ചാൽ ദാറ്റ് വിൽ ബി മോർ ബെറ്റർ. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതും ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഞാൻ ഈയിടെ ഒരു കോച്ചിനെ പോയി കണ്ടു, ഒരു സ്പ്രിന്റ് കോച്ചിനെ പോയി കണ്ടു. ചോദിച്ചു, എന്നെ പോലത്തെ ഒരാൾക്ക് മാരത്തോൺ ഓടാൻ തീർത്തേ പറ്റൂ എന്നുള്ള വാശി അല്ലെങ്കിൽ ആഗ്രഹം, ഒരു വില്ലൊക്കെ ഉണ്ട് എങ്കിൽ ഇതൊക്കെ നടക്കുന്ന വിഷയമാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല. 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഹാഫ് മാരത്തോൺ 22 കിലോമീറ്റർ ഓടാം, 21 കിലോമീറ്റർ ഓടാം. നിങ്ങൾക്കൊരു 6 മാസം കൊണ്ട് ഉള്ള ഫുൾ മാരത്തോണും നിങ്ങൾക്ക് ഓടാൻ പറ്റും, ഒരു കുഴപ്പമില്ല. അതിനുള്ള ട്രെയിനിങ്ങും എക്സസൈസും ഒക്കെ നമ്മുടെ അടുത്തുണ്ട്. അതും നിങ്ങൾ ഒരാഴ്ച മുഴുവൻ ചെയ്യേണ്ട, ആഴ്ചയിൽ 2-3 ദിവസം ചെയ്താൽ മാത്രമേ ആവശ്യമുള്ളൂ, എന്നാൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു വില്ല് ഉണ്ടെങ്കിൽ അത് നടക്കും. പക്ഷേ സെയിം ടൈം നിങ്ങൾ ജിമ്മിൽ പോയിട്ട് കോച്ചിൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ ജിമ്മിലെ കോച്ച് പറയും, ചിരിച്ചിട്ട് പറയും, അതൊന്നും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല.
പക്ഷേ ഓരോ ഏരിയയിലും എക്സ്പെർട്ട് ആയിട്ടുള്ള പറ്റിയ പോസിബിൾ ആയിട്ടുള്ള നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ നമ്മളെ ബിൽഡ് ചെയ്യാൻ പറ്റിയ നമ്മൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് പോസിറ്റീവായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ ആളുകൾ ഭൂമിയിലുണ്ട്. അവരെ കണ്ടുപിടിക്കാൻ നമ്മൾ പ്രധാനമാണ്. അതിനെ ബേസ് ചെയ്തിട്ട് ആക്ഷൻ പ്ലാൻസ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. അതുകൊണ്ട് പോസിബിൾ അല്ലാത്ത കാര്യങ്ങളൊന്നും ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. സ്പേസിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത്ഭുതപ്പെടുന്ന എന്നൊരു പ്രധാന ഖുർആനിലൊരു ആയത്ത് പറയുന്നുണ്ട്, അല്ലമൽ ഇൻസാന മാലം യാലം. എന്താ അതിനർത്ഥം? മനുഷ്യന് അറിയാത്ത കാര്യങ്ങൾ ഞാൻ അവനെ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. ആ പഠിപ്പിച്ചു കൊടുത്ത അറിവിൽ നിന്നാണ് മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോകാനും സ്പേസിലേക്ക് പോകാനുള്ള ചിന്തകൾ ഉണ്ടാവുകയും ആ ചിന്തകൾക്ക് അനുസൃതമായിട്ടുള്ള പാഠങ്ങൾ ഉണ്ടാവുകയും ചിന്തിക്കുകയും അതിനെ ഗണിച്ചുണ്ടാക്കിയ വാഹനങ്ങൾ ഉപയോഗിച്ച് പോവുകയും ഇലോൺ മസ്ക് അവസാനം റോക്കറ്റ് വിക്ഷേപണത്തിന് ഉപയോഗിച്ച സ്പേസ് ഷട്ടിൽ പോയതിനു ശേഷം വിക്ഷേപണത്തറ തിരിച്ച് താഴെ ഇറക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള ഏറ്റവും അത്യാധുനിക കണ്ടുപിടുത്തം നടത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു ബേസിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വി ഹാവ് ഇനഫ് നോളജ്, ബട്ട് നമ്മൾ അതിനെ നമ്മുടെ തോട്ട്സ് ഓൺ അപ്ലൈ ചെയ്ത് അതിനെ ബേസ് ചെയ്ത് മൂവ് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളുടെ ഒരു പ്ലാൻ ഓഫ് ആക്ഷനും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരൊറ്റ കാര്യം ഞാൻ പറയുള്ളൂ, വാട്ട് യു ഹാവ് ടേക്കൺ എ ഡിസിഷൻ, ഫോക്കസിന് വേണ്ടി എന്ത് ഗോളാണ് ശരീരവുമായി ബന്ധപ്പെടുത്തി നമ്മൾ എടുത്തിട്ടുള്ളത്. കാണുന്ന എല്ലാ ഭക്ഷണവും കഴിക്കണം എന്നാണോ? എനിക്ക് കിട്ടുന്ന ഭക്ഷണം ഞാൻ ഏതും കഴിക്കുമെന്നാണോ? എന്ത് ഭക്ഷണം എൻ്റെ മുമ്പിൽ വന്നാലും എനിക്ക് കഴിക്കുന്നതിൽ മടിയില്ല എന്നാണോ? അതല്ല, എനിക്ക് കഴിക്കേണ്ട ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കൂ, എൻ്റെ ശരീരത്തിന് ആവശ്യമുള്ളതേ ഞാൻ കഴിക്കൂ, എനിക്ക് ഇതേ പാടുള്ളൂ ഇതേ കഴിക്കൂ എന്നതാണോ? അതല്ല, എൻ്റെ എമോഷൻസിനെ ലോക്ക് ചെയ്യാൻ പറ്റാത്ത, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു എമോഷനുമായി ഏതിനോടും ആർത്തിയും താല്പര്യവും, മലയാളത്തിൽ ആക്രാന്തം എന്നൊക്കെ പറയാം അല്ലേ, സാഹിത്യകാരന്മാർ ഉപയോഗിക്കാറുള്ള വാക്ക, ആ രൂപത്തിലാണോ നമ്മൾ പോവുക എങ്കിൽ പിന്നെ ഈ ആക്ഷനും പ്ലാനിനും ഒന്നും വലിയ പ്രസക്തിയില്ല. ആ ഡ്രീമിനും ഗോളിലൊന്നും നമ്മൾ എത്തിച്ചേരാനും പോകുന്നില്ല. സോ മികച്ച ഡ്രീമിലും ഗോളിലേക്കും എത്താനുള്ള പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാവുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും, ചെറിയൊരു പ്ലാൻ, 10 നിന്ന് 5 കിലോ കുറക്കാനാണ് ചെറിയൊരു പ്ലാൻ നമ്മളൊരു ടൈം ഇട്ട് ചെയ്ത് നോക്കൂ, ഫോക്കസ് ചെയ്യണം എങ്കിൽ സൈക്കോളജി ഓഫ് ലിവിങ്ങിൽ ആ ഒരു ആക്ഷൻ നമുക്ക് വലിയ അഡ്വാൻറ്റേജ് നമുക്ക് നൽകുന്നുള്ളതാണ്. So wishing you all the very best and have a great day. God bless. Thank you so much. Love you all. Thank you, sir. Thank you. Thank you, ma'am. Thank you, sir. Thank you so much. Thank you.